ലഞ്ച് അവിടെ കഴിക്കും എന്നുള്ള ഒരു രീതിയിലാണ്. ഇപ്പോഴാണെങ്കിൽ വഴിയോര കടകളും ഇല്ലല്ലോ ഈ സമയത്ത്. അപ്പോൾ എവിടെ കിട്ടും ഇങ്ങനെ നോക്കിയപ്പോഴാണ് കസിൻസ് എന്നുള്ള ഈ റെസ്റ്റോറൻറ്റ് കാണുന്നത്. ഉടനെ ഇവിടെ ഞാൻ കയറി മേളിലോട്ട് പോയി. നല്ല ആംബിയൻസ് നന്നായിട്ടിരുന്നു. വളരെ നല്ല രീതിയിൽ എന്നെ സ്വാഗതം ചെയ്തു. ഞാൻ അവിടെ ഇരുന്ന് ഭക്ഷണം, നല്ല ഭക്ഷണം. ഞാനൊരു കൊട്ടാരക്കരക്കാരനാണ്. എടുത്തു പറയാനൊരു കാര്യമുണ്ടായി. ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ സദാനന്ദപുരം എന്ന സ്ഥലത്ത് വന്നപ്പോൾ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങി. ഈ റെസ്റ്റോറൻറ്റ് കസിൻസ് കഫേയാണ്. എന്ന് പറഞ്ഞാൽ ബിപിൻ, ഷെബിൽ, രാജീവ്, രാജേഷ് എന്നീ 4 നല്ല ഒന്നാന്തര അളിയന്മാർ തുടങ്ങിയ ഒരു കഫേ. ഈ കസിൻസ് കഫേയിൽ കയറി ഞാനും എൻ്റെ കുടുംബവും ഭക്ഷണം കഴിക്കാൻ കയറി. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സൂചിച്ചു കേട്ടോ. നിങ്ങളും യാത്രക്കിടയിൽ ഈ റെസ്റ്റോറൻറ്റിൽ വരിക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മനോഹാരിതയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മാത്രമല്ല ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒത്തിരി കാലത്തെ പഴക്കമുള്ള പരിചയമുള്ള ഒരു അനുഭവസമ്പന്നനായ ഒരു മാസ്റ്റർ ഷെഫ് ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വളരെ സന്തോഷമാവും. നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി കാലാവസ്ഥയിൽ ഇന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. ഞാൻ ഗൗരി. ഞാനിപ്പോൾ നിൽക്കുന്നത് സദാനന്ദപുരത്ത് കൊട്ടാരക്കര അടുത്ത് കസിൻസ് കഫേ എന്ന റെസ്റ്റോറൻറ്റിലാണ്. ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇത് അധികം ആയിട്ടില്ല. ഞാനിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ കയറിയതാണ്. എല്ലാം വളരെ നല്ല ഫുഡാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര സദാനന്ദപുരം റോഡിലാണ്. ഇപ്രാവശ്യം ഇവിടെ വന്നതിന്റെ ഉദ്ദേശം നമ്മൾ കുറേ നാളായിട്ട് ഒരു ഫുഡ് വ്ലോഗ് കേട്ടില്ലേ, നമ്മുടെ ചാനലിൽ ഒരു ഫുഡ് വ്ലോഗ് വന്നിട്ട് കുറേ നാളായി. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ രാജേഷ് ഏട്ടൻ വിളിച്ച് പറഞ്ഞു ഇവിടെ നമ്മുടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഇവിടുത്തെ വെറൈറ്റി ആയ ഫുഡുകൾ അടിപൊളിയായിട്ട് ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാഴ്ചകളാണ് ഇപ്രാവശ്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കൊട്ടാരക്കര ആയൂർ റോഡിൽ സദാനന്ദപുരം എന്ന സ്ഥലത്താണ്. ഏകദേശം കൊട്ടാരക്കരയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രം, അത്രയും ദൂരം ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം 5 കിലോമീറ്റർ അകത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഒരു ഫംഗ്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേ പാർട്ടികളൊക്കെ അടിപൊളിയായിട്ട് നടത്താൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു ഹോട്ടലിന്റെ കാഴ്ചകളാണ് ഇപ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ഈ ഹോട്ടലിന്റെ ഫുഡിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഈ ഹോട്ടലിന്റെ വിശാലമായ കാഴ്ചകളും ഉൾപ്പെടുത്തി ഈ വീഡിയോ നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാണ്. അപ്പോൾ സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. ഹോട്ടൽ കസിൻ കഫേ പേര് പോലെ തന്നെ ഹോട്ടലിന്റെ നിർമ്മാണത്തിന് കാരണഭൂതരായ 4 ചെറുപ്പക്കാരുടെ കഷ്ടപ്പാടിന്റെ കഥയുണ്ട്. ആഹാരപ്രിയരായ 4 സുഹൃത്തുക്കൾ, ഒഴിവുവേളകൾ, അവരുടെ ഇഷ്ടവിനോദം, നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം തേടിയുള്ള യാത്രയാണ്. അങ്ങനെ യാത്രക്കിടയിലുള്ള ഒത്തുകൂടൽ സ്വന്തമായി ഒരു ഹോട്ടൽ എന്ന ആശയത്തിന്റെ സബലീകരണമാണ് ഹോട്ടൽ കസിൻ കഫേ. ഹോട്ടലിന്റെ പ്രാരംഭഘട്ടം തൊട്ട് ഇന്നേ വരെ കൈവിടാതെ പിന്തുടരുന്ന ഒരാശയം സ്വസ്ഥമായും സമാധാനത്തോടെയും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം, അതുപോലെ വരുന്നവർക്ക് നല്ല വെറൈറ്റി ഭക്ഷണം നൽകുന്ന ഒരിടം. കസിൻ കഫേ ഇന്നും അത് കൈവിടാതെ പിന്തുടരുന്നു. ഇനി ഹോട്ടലിന്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക്. കസിൻ കഫേയുടെ ഫ്രണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മുടെ ക്യാപ്റ്റൻ, അതായത് ഇതിൻ്റെ എല്ലാം ഫുള്ള് കൺട്രോൾ ചെയ്ത ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അണ്ണാ നിങ്ങളോട് പറയും. ഞങ്ങൾക്ക് മെയിൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കട്ട് മീറ്റ് ഫുഡ്സ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അത് ഫ്രൂട്ടി ആയിട്ട് ഫ്രൂട്ട്സും കട്ട്സ് മീറ്റും എല്ലാം ചേർന്ന ഡിഷാണ്. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ്ഫുൾ വന്ന് ചോദിക്കുന്ന ഡിഷാണ്. ഏറ്റവും കൂടുതൽ റീച്ചുള്ള ഡിഷാണ്. നല്ല ഡിഷാണ്. ഏറ്റവും വെറൈറ്റി ആയിട്ട് കിഴി പൊറോട്ട, കിഴി ബിരിയാണി എല്ലാം ഉണ്ട്. നമ്മുടെ മലയാളികൾക്ക് അതായത് നാടൻ ഭക്ഷണങ്ങൾ നാടൻ ഭക്ഷണം ചിക്കൻ പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട്, ചിക്കൻ ഇല ചുറ്റിയതുണ്ട്, ബീഫ് ഇല ചുറ്റിയത്, അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റങ്ങളുണ്ട്.
അപ്പം നിങ്ങൾക്ക് തന്നെ നാവില് രുചി കൂടുന്നുണ്ടാവും നമുക്കറിയാം. അപ്പം നമ്മൾ നേരെ വരുക നമ്മുടെ സദാനന്ദപുരം, അതായത് ആയൂർ കൊട്ടാരക്കര റൂട്ടിലാണ് ഈ ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. വളരെ നല്ല രുചിയുള്ള നാടൻ ഭക്ഷണങ്ങൾ ഇവിടെ നിന്നും നല്ല സഹകരണമാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ടൊന്ന് വിശാലമായ നല്ല കാർ പാർക്ക് ഏരിയയുള്ള അടിപൊളി ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് വരുന്നത് കുട്ടികൾക്കുള്ള സംഭവം കൂടിയാണ് കേട്ടോ. ഇവിടെ വരുന്നവർക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. വലിയ വിശാലമായ ഒരു ഏരിയ തന്നെ ഇവിടെയുണ്ട്. 2 ഫ്ലോറേ ഉള്ളൂ. മുകളിൽ ഞാൻ പോയി അവിടെ റൂം ആയിട്ടില്ല തോന്നുന്നു. ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ട് ഏകദേശം 3 മാസമല്ലേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേശ്ശെ ഡെവലപ്മെൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു നമുക്കുള്ള ഏറ്റവും വലിയ കാർ പാർക്കിങ്ങാണ് ഇത് മെയിനായിട്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഏരിയ 2 സൈഡിലായിട്ട് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇവർ 4 പേരാണ്. ജയകൃഷ്ണനാണ് നമ്മളെ ഈ വ്ളോഗിനായിട്ട് നമ്മളെ ക്ഷണിച്ചത്. നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കത്തെക്കുറിച്ചൊന്ന് ഒന്ന് അല്ലല്ലോ അവിടെ ഞങ്ങൾ വളരെ ഞങ്ങൾ 4 ബ്രദേഴ്സ് ആണല്ല, ഞങ്ങൾ കസിൻസ് തന്നെയാണ്. കസിൻസാണ്. അപ്പോൾ 4 ഞങ്ങളുടെ കസിൻസ് ചേർന്ന് ഞങ്ങളുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക എന്നുള്ളതായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ പല ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് അവസാനം നമുക്കൊരു സ്വന്തമായിട്ടൊരു ഹോട്ടൽ എന്നുള്ള സ്വപ്നം നമ്മുടെ ഒരു ഇതിലേക്ക് വരുമായിരുന്നു. കാരണം ഞങ്ങൾ ബാക്കി 2 പേര് നല്ല ബിസിനസ്സുകാരാണ്. എൻ്റെ ബാക്കി ഞാനാദ്യം ഗൾഫിലായിരുന്നു ഓൾറെഡി. പിന്നെ എൻ്റെ കൂടെ ഉള്ള ഒരാൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് തന്നെ കഴിഞ്ഞു. പുള്ളിക്കാരൻ ഇതിൻ്റെ എല്ലാം അറിയാവുന്ന ആളാണ്. അപ്പോൾ ആ പുള്ളിക്കാരനോടൊരു ഇത് വെച്ചാണ് ഞങ്ങൾ പിന്നെ ഈ യാദൃശ്ചികമായിട്ട് വഴി പോയപ്പോൾ ഈ കോട്ട് നമ്മൾ കണ്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ അന്നേ പിന്നെ പറയാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് ഫ്രണ്ടിൽ നമ്മുടെ ഹട്ടൊക്കെ ഉണ്ടാക്കി. ഹട്ടെന്ന് പറയുമ്പോഴത്തേനും അത് തികച്ചും ആദിവാസികൾ അവർ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ അവരെ കൊണ്ടുവന്ന് തന്നെ ചെയ്യിപ്പിച്ചാണ്. ഒരുപാട് എക്സ്പെൻസ് ആയ സാധനമാണത്. പക്ഷെ അതിനാണ് എല്ലാവരും തിരക്ക് അവരുടെ ഭാഗത്താണ് തിരക്ക് കൂടുതൽ. കാരണം ഇതിൻ്റെ ഷെഫായാലും കാര്യങ്ങളായാലും നമ്മൾ ഒരുപാട് വർക്കൗട്ട് ചെയ്ത് ഞങ്ങൾ എത്തിച്ചാണ്. ഇവിടെ ഫുഡ് കഴിക്കുന്നവർ അഭിപ്രായം ചോദിച്ചാൽ മതി, ബാക്കിയൊക്കെ അവർ പറയും. ഓക്കെ, നമ്മൾ ഹട്ടിൻ്റെ കാഴ്ചകളൂടെ കണ്ടു. നമ്മൾ താഴെയാണ് ഹട്ട്. അപ്പോൾ അതായത് ഇത് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആദിവാസികളുടെ അവരുടെ ഒരു കരവിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം താഴോട്ട് പോയിട്ട്. അപ്പം മുകളിൽ നിന്ന് നമ്മൾ നേരെ താഴേക്ക് വന്ന് നമ്മുടെ കസിൻസിൻ്റെ ഹഡ്, അതായത് നമ്മുടെ ആദിവാസികൾ നിർമ്മിച്ച ഹഡിൻ്റെ ഉള്ളിൽ കുറച്ചൊരു ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവരടുത്ത് ചോദിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ഭക്ഷണങ്ങൾ രുചിയായിരിക്കും. നമ്മൾ അകത്തോട്ട് പോയിട്ട് അവരോട് ഹലോ, നമസ്കാരം. എല്ലാവരും ഹായ് പറഞ്ഞല്ലേ? കുറേ ആൾക്കാർ കൊണ്ട് വന്നത്. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈമാണോ? അതെ, എങ്ങനെയുണ്ട് ഭക്ഷണം? സൂപ്പർ, നല്ല ഭക്ഷണം, നല്ല സൂപ്പർ നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല ടേസ്റ്റി. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ തിരുവല്ല. എൻ്റെ പേരെന്ന് പറയാം. എൻ്റെ പേര് ടോണി. എല്ലാവരും ഒരു പെട്ടെന്ന് പറയാം. എൻ്റെ പേര് സാബു. ഹഡിനുള്ളിലെ കാഴ്ചകൾക്ക് ശേഷം നളപാചകത്തിന്റെ നൈപുണ്യം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന കസിൻ കഫേയുടെ കിച്ചണിനുള്ളിലെ നുറുങ്ങുകളും. ഇവരാണ് ഹോട്ടൽ കസിൻസിൻ്റെ പാചക വിദഗ്ധ. നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി. എത്ര തന്നെ
ഇവിടെ വന്നിട്ട് അടിപൊളിയായിട്ട് ഇവരുടെ പാചകവൈദഗ്ധ്യം നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതുള്ളൂ. ഇനി ഒരു 8 മണിയാകുമ്പോൾ ഇവിടെ കൂടുതലായിട്ട് ക്രൗഡ് വരുമെന്ന് പറയുന്നത്. അപ്പം അവരുടെയും കൂടെ കാഴ്ചകൾ ഉൾപ്പെടുത്തിയാൽ ഇനി നമ്മുടെ വലിയ മുന്നോട്ട്. നമ്മൾ പ്രതീക്ഷിച്ച കുറച്ച് ഗസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് വരുന്നുണ്ട്, കാണാം. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഹലോ, നമസ്കാരം. നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങൾ ഏത് കോളേജാണ്? ഏതാ? നാട്ടകം കോളേജിലെ നമ്മുടെ തുണക്കുട്ടകന്മാരിവിടെ നമ്മുടെ കസിൻസിൽ വന്നിട്ടുണ്ട്. അവരെ ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. കോട്ടയം നാട്ടകം പോളിടെക്നിക്കിലെ നമ്മുടെ തുണക്കുട്ടന്മാർ ഇവിടെ നിൽപ്പുണ്ട്. ഇവർക്കൊക്കെ ടാസ്ക് കൊടുക്കണ്ടേ? സ്വന്തമായിട്ട് വിമാനമുള്ള ഒരേ ഒരു കേരളത്തിലെ പോളിടെക്നിക് ആണ്. വിമാനമുള്ള ഒരു ഇന്ത്യയിലെ പോളിടെക്നിക് തുണക്കുട്ടന്മാരാണ് ഇവിടെ നിൽക്കുന്നത്. അതോ വ്യോമസേനയിൽ വിരമിച്ചതാണ്. 2009 സേനയിൽ പോളിടെക്നിക്കിന്റെ അഭിമാനമാണ് ഈ വിമാനം. നിങ്ങളെല്ലാവരും കോട്ടയം നാട്ടകം കോളേജിലാണ്, എല്ലാം പോളിടെക്നിക് ആൾക്കാരാണ്. എങ്ങനെയുണ്ട് ഭക്ഷണം? എല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ട് പറയും. കോട്ടയം നാട്ടകം കോളേജിലെ നമ്മുടെ അച്ഛന്മാരോടൊപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇവരെ കസിൻസിൽ വന്നിട്ട് വീട് കഴിഞ്ഞിട്ട് എല്ലാവരും എല്ലാവരും നല്ല ഉണ്ടല്ലേ? എല്ലാവരും അടുത്ത പ്രാവശ്യം വരണം. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ഗൾഫ് പ്രവാസ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടിയ സമ്പാദ്യം കൊണ്ട് ഭക്ഷണപ്രിയരായ 4 സുഹൃത്തുക്കളുടെ നാട്ടിലെ സ്വപ്ന സംരംഭം. സമൂഹത്തിലെ നാനാതലങ്ങളിലുള്ള സുഹൃത്തുക്കളുടെ സാമീപ്യവും സഹകരണവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ.